ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വയ്ക്കാൻ പോണത് നമുക്ക് ഇപ്പം കിട്ടിയ ഫാമിലി ഉണ്ടല്ലോ, ഫാമിലിക്ക് വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള വെജ് ബിരിയാണിയാണ് കേട്ടോ. ഇത് കറക്റ്റായി നോക്കിയാൽ തന്നെ വെജ് ബിരിയാണിയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനുശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം വലിയുള്ളി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്താ ഹെൽത്തി ആയിട്ടുള്ളത് പറയാൻ കാരണം അത് കാണിച്ചില്ല. അതിലൊന്ന് പച്ച കളർ കടല, വെള്ള കളറ്, കറുപ്പ് കളറും ഉണ്ട് കേട്ടോ. ഇത് വന്ന് മല്ലിയിലയും പുതിനയിലയും ചെറിയ ഉള്ളിയും നന്നായി ചോപ്പ് ചെയ്താണ്. അപ്പോൾ ഈ കുട്ടികളെടുത്ത് കളയില്ലല്ലോ, അപ്പോൾ അതും ഹെൽത്ത് തന്നെയല്ലേ. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലോട്ട് തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു 2-3 തക്കാളി അതും ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഇതിലോട്ട് സോയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോയാവും ഒരു ഹെൽത്ത് അല്ലേ, പ്രോട്ടീൻ ഇതല്ലേ, അത് കാരണമാണ് ഇത്രത്തോളം ഞാൻ പറയാൻ കാരണം കേട്ടോ. അതും ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ബിരിയാണി മസാലപ്പൊടി ഇട്ട് കൊടുത്തു. അതിട്ട് കൊടുത്തതിന് ശേഷം 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് പിന്നെ നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്ത് സോയയിലോട്ട് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയും മുളക് പൊടിയുടെയും മസാലൻ്റെയും ഇതൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ട് മുട്ടക്കോസ്, ക്യാരറ്റ്, ബീൻസ്, അതിന് ശേഷം ബീട്രൂട്ട് ഇതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തത് കണ്ടില്ല, ചട്ടിയിൽ പിടിക്കില്ല എന്നൊന്നും പറയണ്ട, കുറച്ച് നേരത്തിലുള്ള അത് പിടിക്കുക. അതിന് ശേഷം നമുക്ക് ഈ കടലകൾ മുഴുവൻ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം വീണ്ടും തുറന്ന് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഫസ്റ്റ് ഇട്ട ഉപ്പ് വന്നിട്ട് പോരാണ്ടായി, അതുകൊണ്ടാണ് വീണ്ടും ഇട്ട് കൊടുത്ത് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക. തൈര് ഒഴിച്ചതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ എണ്ണയൊക്കെ കണ്ട തെളിഞ്ഞ് വരും, എണ്ണയും പിന്നെ വെള്ളവും ഉണ്ട് കേട്ടോ അതിലോട്ട് തന്നെ. പിന്നെ അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. അരി വെറും 1.5-2 ഗ്ലാസോളം തന്നെ അരി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതിലെന്താ കൂടുതലുള്ളത്? വെറും പച്ചക്കറിയല്ലേ, അപ്പോൾ ഇത് ഹെൽത്തി അല്ലേ. എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫാമിലി ബദൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പം കിട്ടിയ ഫാമിലി കേട്ടോ. ഭയങ്കര സന്തോഷത്തോടെ തന്നെ ഞാൻ ഇപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കുന്നത്, ചോറ് വയ്ക്കുന്നത്. പട്ട, ഗ്രാമ്പൂ, ഏലക്കായി ഇതൊക്കെ അരച്ച പേസ്റ്റ് ഇട്ട് കൊടുത്ത് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുന്ന വരയ്ക്ക് ഒന്നും കൂടെ നമ്മൾ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് 1 സ്പൂൺ നെയ്യ് കഴിഞ്ഞു പറഞ്ഞില്ല, ഇനി കാച്ചുമ്പോൾ ആ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ പറഞ്ഞുതരാം കേട്ടോ. നെയ്യ് ഒഴിച്ച് ദമ്മിട്ടതിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട്. ദമ്മെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ചോറ് കഴിക്കാനായിട്ട് വരും. എല്ലാവർക്കും ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീനുള്ള വെജിറ്റബിൾ ബിരിയാണി തരാം. അതിൻ്റെ കൂടെ തന്നെ തൈര് ചട്നിയും കേട്ടോ.